ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജോയിന്റ് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷനെ കുറിച്ചാണ് നോക്കിയത്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മാർജിനൽ പി എം എഫിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സും വൈയും ഒരുമിച്ച് നടക്കുന്നതിന്റെ പ്രോബബിലിറ്റി ആയിരുന്നു. അതായത് ക്യാപിറ്റൽ എക്സ് എന്ന റാൻഡം വേരിയബിൾ സ്മോൾ എക്സ് എടുക്കുന്നതിന്റെയും ക്യാപിറ്റൽ വൈ എന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ സ്മോൾ വൈ എന്ന വാല്യൂ എടുക്കുന്നതിന്റെയും പ്രോബബിലിറ്റി ഒരുമിച്ചുള്ള പ്രോബബിലിറ്റി ആയിരുന്നു നമുക്ക് ജോയിന്റ് പി എം എഫിൽ കിട്ടിയത്. അപ്പോൾ സംടൈംസ് ഈവൻ ദോ ബോത്ത് വേരിയബിൾസ് ആർ ഡിഫൈൻഡ്, അതായത് നമുക്ക് എക്സും വൈ എന്ന രണ്ട് റാൻഡം വേരിയബിൾസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിലും ചില സമയങ്ങളിൽ നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ പ്രോബബിലിറ്റി ആയിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക. സോ അങ്ങനെയുള്ള കേസിലാണ് നമ്മുടെ മാർജിനൽ പി എം എഫ് എന്ന കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൺ ഹെഡ്? അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോസിങ് ടു കോയിൻസ്. അവിടെ നമ്മൾ എക്സ് എന്ന വേരിയബിളിനെ ഡിഫൈൻ ചെയ്തത് നമ്പർ ഓഫ് ഹെഡ്സ് എന്നും വൈ എന്ന റാൻഡം വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിരുന്നത് നമ്പർ ഓഫ് ടെയിൽസുമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സാമ്പിളിൽ എന്നോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൺ ഹെഡ്? അതായത് നമുക്ക് രണ്ട് വേരിയബിൾസ് എക്സും വൈയും ഉണ്ടെങ്കിലും അവിടെ ഞാൻ ഒരു ഹെഡ് കിട്ടുന്നതിനെ കുറിച്ച് മാത്രമേ ബോദർ ചെയ്യുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? അതാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഒരു ഹെഡ് മാത്രം കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി ആണ് നമുക്ക് വേണ്ടുന്നതെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഇവിടെ നോക്കിക്കേ. വി ടേക്ക് ഓൾ കേസസ് വെയർ എക്സ് ഈക്വൽ ടു 1 ആൻഡ് ആഡ് ദെയർ പ്രോബബിലിറ്റീസ്. അതായത് ഇവിടെ റൈറ്റ് സൈഡിൽ ഞാൻ ഇവിടെ ജോയിന്റ് പി എം എഫ് നമ്മുടെ ടേബിൾ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മൾ ഈ ടേബിൾ വരയ്ക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മുടെ അടുത്ത് എക്സ് ഇസ് ഈക്വൽ ടു 1, അതായത് നമുക്ക് ഒരു ഹെഡ് കിട്ടുന്നതിന്റെ പ്രോബബിലിറ്റി മാത്രമേ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ജോയിന്റ് പി എം എഫിന്റെ ടേബിളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് എക്സ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കിട്ടുന്നതെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഈ ടേബിളിൽ എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുമ്പോൾ ദേ ഇവിടെയാണ് വരുന്നത്. പക്ഷെ നമുക്ക് വൈ എന്നതിന് ഒരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ടില്ല, ടെയിൽ എത്രയായിരിക്കണം എന്നൊന്നും കൊടുത്തിട്ടില്ല. എക്സ് 1 ആയിരിക്കണം എന്ന റെസ്ട്രിക്ഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? എക്സ് ഈക്വൽ ടു 1നെ നമ്മൾ ഫിക്സ് ആക്കി വെച്ചു. അതിനുശേഷം ഇവിടെ നോക്കിക്കേ, ഈ ബോക്സിലെയും ഈ ബോക്സിലെയും ഈ ബോക്സിലെയും വാല്യൂസ് എടുത്ത് ആഡ് ചെയ്യാണ്. അതായത് അവിടെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ 3 ബോക്സ് എടുത്തത്? നമുക്ക് എക്സ് എന്ന് പറയുന്നത് 1 ആയിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിയാൽ വൈ എന്ന് പറയുന്നത് 0 ആകാം, 1 ആകാം, 2 ആകാം. പക്ഷേ എക്സ് 1 ആയിരിക്കണം. അതായത് നമ്മുടെ പോസിബിൾ എക്സ് വൈ പെയേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. എക്സ് 1 എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, വൈ മാത്രം വേരി ചെയ്യിക്കുന്നു. അപ്പം 1 0 എന്ന പെയർ വരും, അതുപോലെ അടുത്തത് 1 1 എന്ന പെയർ വരും, അടുത്തത് 1 2 എന്ന പെയർ വരും. ഈ മൂന്നെണ്ണത്തിലും എന്താണ്? 1 എന്ന് പറയുന്നത് എക്സ് വാല്യൂ ഫിക്സ്ഡ് ആണ് അല്ലേ. പിന്നെ വൈ എന്നതിന്റെ വാല്യൂ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? വേരി ചെയ്യുന്നുള്ളൂ, 0 1 2 എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എക്സ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ജോയിന്റ് പി എം എഫിന്റെ ടേബിളിൽ നിന്ന് എന്ത് നോക്കിയാലും മതി? എക്സ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ നോക്കുക, എന്നിട്ട് ആ വാല്യൂസ് എടുത്ത് ആഡ് ചെയ്യുക. അതായത് ഇവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? പി ഓഫ് 1 0 പ്ലസ് പി ഓഫ് 1 1 പ്ലസ് പി ഓഫ് 1 2. എന്തുകൊണ്ടാണ് നമ്മൾ ഇത് എടുത്തത് ഈ പ്രോബബിലിറ്റീസ്? കാരണം ഈ 3 പെയേഴ്സിനാണ് എന്ത് എക്സ് ഈക്വൽ ടു 1 വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രോബബിലിറ്റീസ് എടുത്ത് ആഡ് ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് ആ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത്? ഇതാണ് പി ഓഫ് 1 0, അതായത് എക്സ് 1 ആവുന്നതിന്റെയും വൈ 0 ആവുന്നതിന്റെയും ജോയിന്റ് പ്രോബബിലിറ്റി ആണ് നമ്മുടെ 0 എന്ന് പറയുന്നത്. സോ അത് നമുക്ക് പി ഓഫ് 1 0 0 എഴുതാം. അതിനുശേഷം അടുത്ത് നമുക്ക് ഏത് വേണം? പി ഓഫ് 1 1 വേണം അല്ലേ. അതായത് ഈ വാല്യൂ ആണ്. അവിടെ എക്സ് 1ഉം വൈ എന്ന് പറയുന്നത് 1 ആണ്. സോ സെക്കൻഡ് പി ഓഫ് 1 1 എന്ന് പറയുന്നത് നമ്മുടെ 1/2 ആണ്. അതുപോലെ നമുക്ക് എന്തും കൂടെ വേണം? പി ഓഫ് 1 2 കൂടെ വേണം. അതായത് എക്സ് എന്ന് പറയുന്നത് 1ഉം വൈ എന്ന് പറയുന്നത് 2. അതായത് ഇതാണ് നമ്മുടെ അവിടുത്തെ ജോയിന്റ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, 0 വരും. സോ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ആൻസർ കിട്ടുന്നത്? 1/2 എന്നാണ് കിട്ടുന്നത് അല്ലേ. സോ ഇതാണ് നമ്മുടെ എക്സ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? എക്സ് എന്ന റാൻഡം വേരിയബിളിന് 1 എന്ന വാല്യൂ ഫിക്സ് ചെയ്തു, വൈയുടെ വാല്യൂസിനെ മാത്രം വേരി ചെയ്തു, എന്നിട്ട് ടേബിളിൽ നിന്നും അവരുടെ ജോയിന്റ് പ്രോബബിലിറ്റീസ് എടുത്ത് ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് എക്സ് എന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പി എം എഫ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എഴുതേണ്ടതെന്ന് നോക്കാം. എക്സ് ഈക്വൽ ടു 1, അതായത് എക്സ് എന്ന റാൻഡം വേരിയബിളിന് 1 എന്ന ഒറ്റ വാല്യൂ എടുക്കുമ്പോൾ മാത്രമുള്ള പ്രോബിലിറ്റി നമ്മൾ ഇപ്പൊ കണ്ടു. പക്ഷേ നമുക്ക് എക്സ് എന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന്റെ മാർജിനൽ പി എം എഫ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് എക്സിന്റെ എല്ലാ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെയാ വരുന്നത് നോക്കാം. നമ്മൾ മാർജിനൽ പി എം എഫിനെ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ്
ക്യാപിറ്റൽ എക്സ് ബ്രാക്കറ്റിൽ സ്മോൾ എക്സ് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം എക്സ് എടുക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ടോസിങ് 2 കോയിൻസിന്റെ എക്സാമ്പിളിൽ എക്സിന്റെ വാല്യൂസ് 0, 1, 2 ആണ്. അപ്പോൾ ഈ ഓരോ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം, മാർജിനൽ പ്രോബബിലിറ്റി. അപ്പോൾ ആദ്യം നമുക്ക് പി എക്സ് ഓഫ് 0 വേണം, അതുപോലെ പി എക്സ് ഓഫ് 1 വേണം, പി എക്സ് ഓഫ് 2ഉം വേണം. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളിപ്പം എക്സ് ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കണ്ടുപിടിച്ചില്ലേ, അതുപോലെ തന്നെ ചെയ്താൽ മതി. അതായത് പി എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ 0 എന്ന വാല്യൂ എക്സിന് ഫിക്സ് ആക്കി വെക്കുകയാണ്. അതായത് പി എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്താണ്? എക്സിന് 0 ഫിക്സ് ചെയ്ത് കൊടുത്തു. വൈ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് വരുന്നത്? 0 ഉണ്ട് ആദ്യം, അതുപോലെ രണ്ടാമത്തേൻ്റെ അകത്ത് വീണ്ടും എക്സിന്റെ അവിടെ 0 തന്നെ ഇട്ടു, അടുത്ത വൈ വാല്യൂ 1 ആണ്. അതുപോലെ മൂന്നാമത്തേത് എന്താ വരിക? 0, 2. ഈ 3 പ്രോബബിലിറ്റീസ് അതാണ് ഇവിടെ ഞാൻ ടിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. 0, 0 ആൻഡ് 1/4. ഈ 3 പ്രോബബിലിറ്റീസ് ആണ് നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ 0 പ്ലസ് 0 പ്ലസ് 1/4 ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1/4 എന്നാണ് എന്ത് കിട്ടുന്നത്? പി എക്സ് ഓഫ് 0 കിട്ടുന്നത്. അടുത്ത എക്സ് എന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂ ഏതാണ്? 1 ആണ്. സോ പി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. എങ്ങനെയാ ചെയ്തത്? എക്സ് ഈക്വൽ ടു 1നെ ഫിക്സ് ചെയ്ത് വെച്ചു അല്ലേ? എന്നിട്ട് ഈ 3 പ്രോബബിലിറ്റീസും കൂടി ആഡ് ചെയ്തു. അതായത് പി ഓഫ് നമ്മൾ 10 പ്ലസ് പി ഓഫ് 11 പ്ലസ് പി ഓഫ് 12. ഈ 3 കേസിലും എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 1നെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ആ 3 പ്രോബബിലിറ്റീസ് എടുത്ത് ആഡ് ചെയ്യുക. അതായത് 0 ഉണ്ട്, പിന്നെ 1/2 ഉണ്ട്, പിന്നെയും 0. അപ്പോൾ 0 പ്ലസ് 1/2 പ്ലസ് 0 അവിടെ കിട്ടുന്നത് 1/2 എന്നാണ്. അതുപോലെ ഇനി നമുക്ക് എക്സ് ഈക്വൽ ടു 2നും കൂടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. പി എക്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് 2 നമ്മൾ ഫിക്സ് ആക്കി വെച്ചു. ഇവിടാണ് എക്സ് 2 വരുന്നത്. എന്നിട്ട് അതിന്റെ പ്രോബബിലിറ്റീസ് 1/4 ഉണ്ട്, 0 ഉണ്ട്, പിന്നെയും 0 ഉണ്ട്. അതായത് അവിടെ നമ്മൾ ആഡ് ചെയ്യുന്ന ഏതൊക്കെ പ്രോബബിലിറ്റീസ്? ആ പി ഓഫ് 2നെ നമ്മൾ ഫിക്സ് ചെയ്തു, പിന്നുള്ളത് വൈ വാല്യൂസ് നമ്മൾ വേരി ചെയ്യുകയാണ്. അപ്പോൾ പി ഓഫ് 20 ഉണ്ട്, പി ഓഫ് 21 ഉണ്ട്, പിന്നെ പി ഓഫ് 22 ഉണ്ട്. മൂന്നെണ്ണത്തിലും എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 2നെ ഫിക്സ് ചെയ്തു, വൈയുടെ വാല്യൂസിനെ മാത്രം 0, 1, 2 എന്ന് പറഞ്ഞ് വേരി ചെയ്യിപ്പിച്ചേക്കുക. അപ്പോൾ ഇതിനെ നമ്മൾ ജോയിന്റ് പി എം എഫ് ടേബിളിൽ നിന്നും 1/4 പ്ലസ് 0 പ്ലസ് 0 എന്നെടുത്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1/4 കിട്ടി. അപ്പോൾ എക്സ് എന്ന റാൻഡം വേരിയബിൾ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 0, 1, 2 ആയിരുന്നു. ആ 3 വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മാർജിനൽ പ്രോബബിലിറ്റി കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ സ്ലൈഡിൽ ഞാനൊരു പോയിന്റ് എഴുതിയിട്ടുണ്ട്. ഫോർ പി എക്സ് ഓഫ് സ്മോൾ എക്സ്, അതായത് നമ്മുടെ മാർജിനൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്തത്? ഈ സ്മോൾ എക്സ് എന്ന വാല്യൂവിനെ മാത്രം ഫിക്സ് ആക്കി വെച്ചു അല്ലേ? അതായത് ഈ കേസിൽ നമ്മൾ പി ഓഫ് സ്മോൾ എക്സിനെ അതുപോലെ ഇട്ടു, വൈയുടെ വാല്യൂസ് മാത്രം നമ്മൾ വേരി ചെയ്യിപ്പിച്ചു. പി എക്സ് 0, പി ഓഫ് എക്സ് 1 പ്ലസ് പി ഓഫ് എക്സ് 2. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ മുകളിലത്തെ ഈ എക്സാമ്പിളിൽ വാല്യൂസ് ഓരോന്നായിട്ട് കണ്ടുപിടിച്ചത്. അപ്പോൾ അതിനെ ഞാൻ ജനറൽ ആയിട്ടൊന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ നമ്മൾ എങ്ങനെയാണ് ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. സ്മോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് സമ്മേഷൻ വൈ സ്മോൾ പി ഓഫ് എക്സ് വൈ ആണ്. ഈ സ്മോൾ പി ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജോയിന്റ് പ്രോബബിലിറ്റി ആണ്. ജോയിന്റ് പ്രോബബിലിറ്റി ആണ്. നമുക്ക് എക്സ് എന്ന റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അവിടെ നമ്മൾ എന്താ ചെയ്തത്? എക്സിനെ ഫിക്സ് ആക്കിയിട്ട് വൈനെ വേരി ചെയ്യിപ്പിച്ചേ. അതുകൊണ്ടാണ് ഇവിടെ സമ്മേഷന്റെ താഴെ നമ്മൾ എന്ത് എഴുതിയിരിക്കുന്നത്? വൈ എന്ന് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് മാർജിനൽ പി എം എഫ് ഓഫ് വൈ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ? അപ്പോൾ മാർജിനൽ പി എം എഫ് ഓഫ് വൈ ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുക? പി വൈ ഓഫ് സ്മോൾ വൈ എന്ന് പറയുന്നത് സമ്മേഷൻ, അവിടെ വൈ എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഏതിനെ മാത്രമേ വേരി ചെയ്യിക്കുന്നുള്ളൂ? എക്സ് വാല്യൂസിനെ. അതുകൊണ്ടാണ് സമ്മേഷൻ ഓവർ എക്സ് സ്മോൾ പി ഓഫ് എക്സ് വൈ എന്ന് എഴുതുന്നത്. സോ ഈ രണ്ട് ഫോർമുല ഓർത്ത് വെച്ചോളാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത എക്സാമ്പിളിൽ നമുക്ക് പി എം എഫ് ഓഫ് എക്സിനെ, മാർജിനൽ പി എം എഫിനെ എങ്ങനെ എഴുതാനായിട്ട് പറ്റും? നമ്മൾ പറഞ്ഞു നമുക്ക് പി എക്സ് ഓഫ് 0 കണ്ടുപിടിച്ചായിരുന്നു, അത് നമുക്ക് കിട്ടിയത് 1/4 എന്നാണ്. അതുപോലെ പി എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയത് 1/2 ആണ്. പി എക്സ് ഓഫ് 2 എന്ന് പറയുന്നത് കിട്ടിയത് 1/4 ആണ്. അപ്പോൾ ഈ 3 വാല്യൂസ് ആയിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ മാർജിനൽ പി എം എഫിനെ ഈ ടോസിങ് 2 കോയിൻസിന്റെ എക്സാമ്പിളിൽ എങ്ങനെയാണ് എഴുതുന്നത് നോക്കാം. മാർജിനൽ പി എം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ ഫംഗ്ഷൻ ആക്കി എങ്ങനെ എഴുതുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ പി
ക്യാപിറ്റൽ എക്സ് താഴെ ബ്രാക്കറ്റിനുള്ളിൽ സ്മോൾ എക്സ് ഈക്വൽ ടു എക്സിന്റെ ഏതൊക്കെ വാല്യൂസ് ആയിരുന്നു ഉള്ളത്? എക്സ് എന്ന് പറയുന്നത് 0, 1, 2 ആണ് വാല്യൂസ് എടുക്കുന്നത്. അപ്പൊ ആദ്യം സ്മോൾ എക്സ് ഈക്വൽ ടു 0 ആകുമ്പോൾ അവിടുത്തെ നമ്മുടെ മാർജിനൽ പ്രോബിലിറ്റി 1/4 ആ കിട്ടിയത്. സോ അതിവിടെ എഴുതി. അടുത്തത് എക്സ് ഈക്വൽ ടു 1 ആകുമ്പോൾ അവിടുത്തെ പ്രോബിലിറ്റി 1/2 കിട്ടും. അടുത്ത എക്സ് ഈക്വൽ ടു 2 ആകുമ്പോൾ അവിടുത്തെ പ്രോബിലിറ്റി വീണ്ടും 1/4. അപ്പൊ ഈ ഒരു വാല്യൂ അല്ലാതെ വേറെ ഏത് എക്സിന്റെ വാല്യൂസ് വന്നാലും അവിടെ എന്താണ് മാർജിനൽ പ്രോബിലിറ്റി വരുന്നത്? 0 ആണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ മാർജിനൽ PMFനെ ക്ലോസിംഗ് 2 കോയിൻസിന്റെ എക്സാമ്പിളിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് വൈക്ക് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ഈ സെയിം രീതിയിൽ തന്നെ ചെയ്താൽ മതി. അതായത് ഇപ്പൊ നമ്മൾ ചെയ്തത് എക്സ് ഈക്വൽ ടു 0, 1, 2 എന്ന് പറഞ്ഞിട്ട് എക്സിന് വാല്യൂസ് ഫിക്സ് ചെയ്തിട്ട് പ്രോബബിലിറ്റീസ് കണ്ടുപിടിച്ചു. ഇതുപോലെ തന്നെ വൈക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പോൾ മാർജിനൽ PMF ഓഫ് വൈ കിട്ടണമെങ്കിൽ നമ്മുടെ വൈ എടുക്കുന്ന വാല്യൂസ് ഏതൊക്കെയായിരുന്നു? 0, 1, 2 ആയിരുന്നു ഈ എക്സാമ്പിളിൽ, 2 കോയിൻസ് ടോസ് ചെയ്യുന്ന എക്സാമ്പിളിൽ. അപ്പോൾ നമുക്ക് മാർജിനൽ PMF കണ്ടുപിടിക്കണമെങ്കിൽ പി വൈ ഓഫ് 0 കണ്ടുപിടിക്കണം, അതുപോലെ പി വൈ ഓഫ് 1 കണ്ടുപിടിക്കണം, പി വൈ ഓഫ് 2 കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പി വൈ ഓഫ് 0 ഒന്ന് നോക്കാം. അപ്പോൾ പി വൈ ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ 0 എന്ന വാല്യൂ വൈക്ക് ഫിക്സ്ഡ് ആണ്. അപ്പൊ ഇവിടെ y വരുന്നത് ദേ ഇങ്ങോട്ടേക്കാണ് അല്ലെ. അപ്പൊ y0 എന്ന് പറഞ്ഞാൽ ദേ ഇവിടെയാണ് നമുക്ക് നോക്കേണ്ടുന്നത്. ഇത് മാത്രമാണ് വേരി ചെയ്യുന്നത്, എക്സ് വാല്യൂസ് വേരി ചെയ്താൽ മതി. അതായത് നമുക്ക് വേണ്ട പ്രോബിലിറ്റീസ് എന്ന് പറയുന്നത് പി ഓഫ് 0, 0, അതായത് ആദ്യത്തെ വാല്യൂ ദേ ഇതാണ് വേണ്ടത്, അടുത്ത വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്, മൂന്നാമത്തെ വാല്യൂ എന്ന് പറയുന്നത് 1/4. എക്സ് വാല്യൂസിനെയാണ് നമ്മളിവിടെ വേരി ചെയ്യിക്കുന്നത്. അപ്പോൾ അടുത്ത പ്രോബിലിറ്റി എന്ന് പറയുന്നത് പി ഓഫ് രണ്ടാമത്തെ ബോക്സിൽ ഇത് പി ഓഫ് അതെന്താണ്? പി ഓഫ് 1, 0 ആണ്. എക്സ് വാല്യൂ വേണം ആദ്യം എഴുതാനായിട്ട് കേട്ടോ, ബ്രാക്കറ്റിനുള്ളിൽ. അടുത്തെന്ന് പറയുന്നത് പി ഓഫ് 2, 0 ആണ്, അതായത് ദേ ഈ വാല്യൂ. അപ്പൊ ഇത് മൂന്നും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താണ് വരിക? 0 + 0 + 1/4. അതായത് നമുക്ക് ആൻസർ കിട്ടുന്നത് 1/4 എന്നാണ്. ഇതുപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി വൈ ഓഫ് 1ഉം പി വൈ ഓഫ് 2ഉം കണ്ടുപിടിക്കാം. അതായത് വൈക്ക് 1നെ ഫിക്സ് ചെയ്തിട്ട് ഈ 3 വാല്യൂസും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ 1/2 എന്ന് കിട്ടും. അതുപോലെ തന്നെ പി വൈ ഓഫ് 2 എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാല്യൂസ് ആഡ് ചെയ്യണ്ടേ? y ഈക്വൽ ടു 2 എന്ന് പറയുമ്പോൾ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഈ 3 വാല്യൂസ് ആണ് ആഡ് ചെയ്യേണ്ടത്. സോ ഇങ്ങനെയാണ് നമുക്ക് മാർജിനൽ PMF കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നത്. എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഫംഗ്ഷൻ ആക്കി എഴുതുക? മാർജിനൽ PMF ഓഫ് y എന്ന് പറഞ്ഞിട്ട് എങ്ങനെ എഴുതാൻ നോക്കാം. ഇപ്പോൾ എക്സിന്റെ മാർജിനൽ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതിയതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കണ്ടുപിടിച്ച ഓരോ മാർജിനൽ പ്രോബബിലിറ്റിയിൽ നിന്നും എന്ത് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും? y എന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ. അതായത് ആദ്യത്തെ നമ്മുടെ y ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയ പ്രോബിലിറ്റി 1/4 ആയിരുന്നു, y ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടിയത് 1/2 ആയിരുന്നു, y ഈക്വൽ ടു 2ന് 1/4 ആയിരുന്നു. ബാക്കി എല്ലാ കേസിലും 0 ആണ് വരുന്നത്. സോ ഇങ്ങനെയാണ് നമുക്ക് മാർജിനൽ PMF ഈ എക്സാമ്പിളിൽ ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ വേറെ എന്ത് കേസ് തന്നെയാണെങ്കിലും അവിടെ എന്ത് തന്നെ ചെയ്താൽ മതി? മാർജിനൽ പ്രോബിലിറ്റീസ് കണ്ടുപിടിച്ചിട്ട് അതിനെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ പ്രോബിലിറ്റി മാസ് ഫംഗ്ഷൻ ആക്കി എഴുതിയാൽ മതി. അപ്പോൾ ഈ എക്സാമ്പിളിൽ നമുക്ക് മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ആൻഡ് വൈനെ എളുപ്പം ടേബിളിൽ നിന്ന് തന്നെ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. നമ്മുടെ ജോയിന്റ് PMF ടേബിൾ ആണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. ഇനി ഈ നാലാമത്തെ കോളത്തിൽ നമ്മൾ ഇത് എഴുതുകയാണ്, ഇങ്ങനെ എഴുതുകയാണ് പി എക്സ് ഓഫ് സ്മോൾ എക്സ്, ഇവിടെ പി വൈ ഓഫ് സ്മോൾ വൈ. അതായത് നമ്മുടെ ഈ ബോക്സിൽ വരുന്ന നമ്മുടെ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? ഈ 0യും 1/4ഉം കൂടെ ആഡ് ചെയ്യുന്ന വാല്യൂ, അതായത് 1/4 ഇവിടെ കിട്ടും. ഈ വാല്യൂ എന്ന് പറയുന്നതാണ് നമ്മുടെ പി എക്സ് ഓഫ് 0. അതായത് ഇവിടെ എക്സിന്റെ വാല്യൂ 0 ആണ്. അതിന്റെ നേർക്ക് നമ്മുടെ ഈ റോയിൽ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടിയ ഈ 1/4 എന്ന് പറയുന്നതാണ് നമ്മുടെ എന്ത്? പി എക്സ് ഓഫ് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബബിലിറ്റി. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് പി എക്സ് ഓഫ് 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്നത് ദേ ഇവിടെയാണ്. അപ്പോൾ ഈ റോയിലെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ 0 + 1/2 + 0, അതായത് 1/2 കിട്ടും. അതായത് ഇവിടെ കിട്ടിയത് എന്താണ്? പി എക്സ് ഓഫ് 1 ആണ് കിട്ടിയത്, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബബിലിറ്റി. അപ്പോൾ അടുത്തത് പി എക്സ് ഓഫ് 2 എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ് ഈക്വൽ ടു 2ന് കറസ്പോണ്ടിങ് ആയിട്ട് കിടക്കുന്ന റോയിലെ വാല്യൂസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1/4. അതുപോലെ തന്നെ നമുക്ക് y എന്ന ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബബിലിറ്റിയും കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം നമുക്ക് y ഈക്വൽ ടു വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്. ആദ്യം നമുക്ക് 0 നോക്കാം. അപ്പോൾ y ഈക്വൽ ടു 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാർജിനൽ പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ ദേ ഈ താഴോട്ടുള്ള കോളം ഉണ്ടല്ലോ,
ഈ കോളത്തിലെ വാല്യൂസ് എടുത്ത് ആഡ് ചെയ്താൽ മതി. ഈ 0 ഉണ്ട്, 0, 1/4. അതായത് കോളം വൈസ് താഴോട്ട് നമ്മൾ ആഡ് ചെയ്യാണ്. അപ്പൊ ഇവിടെ 1/4 വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന PY ഓഫ് 0 എന്ന് പറയുന്നത്. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന മാർജിനൽ പ്രോബബിലിറ്റി. അതുപോലെ PY ഓഫ് 1 വേണമെങ്കിലോ, y ഈക്വൽ ടു 1 ഇവിടാണ് കിടക്കുന്നത്. ഈ കോളത്തിലുള്ള വാല്യൂസ് ആഡ് ചെയ്താൽ മതി. അപ്പൊ 0 + 1/2 + 0 എന്ന് പറയുന്നത് 1/2 എന്ന് കിട്ടും. അതുപോലെ തന്നെ PY ഓഫ് 2 വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? y ഈക്വൽ ടു 2 എന്ന കോളത്തിൽ കിടക്കുന്ന വാല്യൂസ് ആഡ് ചെയ്താൽ മതി. അപ്പോൾ 1/4 + 0 + 0 എന്ന് പറയുന്നത് വീണ്ടും 1/4 എന്ന് കിട്ടും. ഇനി ഈ ടേബിളിൽ നോക്കിയാൽ നമ്മുടെ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് x ആണ് നമുക്ക് കിട്ടിയ ഈ താഴെ കിടക്കുന്ന കോളത്തിലെ വാല്യൂസ് എന്ന് പറയുന്നത്. അതുപോലെ ഈ റൈറ്റ് സൈഡിലോട്ട് കിടക്കുന്ന വാല്യൂസ് ആണ് നമ്മുടെ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് വൈയുടെ വാല്യൂസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് എക്സും, അതായത് ഈ വാല്യൂസ് ഇത്രയും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 1 ആയിരിക്കും കിട്ടുക. അതുപോലെ തന്നെ മാർജിനൽ പ്രോബബിലിറ്റി ഓഫ് വൈനെ, അതായത് ഈ 1/4, 1/2, 1/4 ഇത് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുക? 1 തന്നെയായിരിക്കും കിട്ടുക.